شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ ഖിയാമയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 26-നും 29-നും ഇടയിലുള്ള ആയത്തുകളാണ് നമ്മുടെ ചർച്ചാ വിഷയം. മരണസമയത്തുള്ള രംഗങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇദാ ബലഗതിത് തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തിസ് സാഖു ബിസ്സാഖ്. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. ഈ ദുനിയാവിൽ നിന്ന് വേർപ്പെടുകയാണ് എന്ന് ഉറപ്പിക്കുന്ന മനുഷ്യൻ അവൻ്റെ കൈകാലുകൾ പിണഞ്ഞിരിക്കും. മന്ത്രിച്ച് എന്നെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടോ എന്നവൻ വിളിച്ചു ചോദിക്കും. ഇതൊക്കെയാണ് ഈ ആയത്തിൻ്റെ അർത്ഥം, ആശയം എന്ന് നമ്മൾ പറഞ്ഞു. മുഅ്മിനീങ്ങളായ ആളുകളുടെ, കാഫിരീങ്ങളായ ആളുകളുടെ മരണരംഗം നമ്മൾ വിശദീകരിച്ചു. നമ്മളെ തന്നെ അളക്കാനും നമ്മളെ തന്നെ ഒരുക്കാനും ഒക്കെയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. നമ്മൾ മരിക്കാൻ റെഡിയായിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഇത്തരമൊരു അവസരം വന്നാൽ അത് അഭിമുഖീകരിക്കാൻ നമ്മൾ റെഡിയായിട്ടുണ്ടോ എന്ന് നമ്മൾ സാന്ദർഭികമായി ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത് എനിക്ക് 30 വയസ്സായിട്ടുള്ളൂ, 35 ആയിട്ടുള്ളൂ, 40 ആയിട്ടുള്ളൂ, ഇനി എത്ര കാലമുണ്ട്, അവസാനം ശരിയാവാണ്, പോട്ടെ പോണോടത്തോളം എന്നൊക്കെ പറഞ്ഞ് ഒരു എന്താണ് പറയുക, ആ വിഷയത്തിലൊരു തസ്വീഫ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. പിന്നെയാവാം എന്ന ഒരു ശൈലി, അതിനാണല്ലോ തസ്വീഫ് എന്ന് പറയുക. സൗഫ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു സ്വഭാവം, തസ്വീഫ് എന്നാണ് അറബിയിൽ പറയുക. പിന്നീടാവാം, ഇനിയുണ്ടല്ലോ സമയം. അള്ളാഹുവേ ഞങ്ങൾക്ക് മരണം എളുപ്പമാക്കി തരാം. നമുക്ക് ആർക്കാണ് അറിയാം എപ്പോഴാണ് നമ്മൾ മരിക്കാന്ന്, എവിടുന്നാണ് മരിക്കുക, എപ്പോഴാണ് മരിക്കുക, എങ്ങനെയാണ്, അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാവുമെന്ന് പോലും നമുക്ക് ഉറപ്പില്ല. എന്നിട്ടും നമ്മൾ ഒരുപാട് കാലം ഇവിടെ ജീവിക്കുന്ന ആളുകളെ പോലെയാണ് നമ്മുടെ പെരുമാറ്റങ്ങൾ. അള്ളാഹ് നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും നല്ല അമലുകൾക്ക് തൗഫീഖും തരട്ടെ, ആമീൻ. അതിനുവേണ്ടി ദുആ ചെയ്യണം. ശരി, അതോടൊപ്പം തന്നെ നമ്മൾ പോകാൻ റെഡിയായിരിക്കണം. പല ആളുകൾക്കും മരണം എന്ന് പറഞ്ഞാൽ പേടിയാണ്. എന്താ, ഒരുങ്ങിയിട്ടില്ല തന്നെ. അല്ലാത്ത ആളുകൾക്ക് സന്തോഷമല്ലേ? ശരിക്കും മുഅ്മിനായ മനുഷ്യന് മരണം പെരുന്നാളാണെന്നാണ് പണ്ഡിതന്മാർ പറയുക. മുഅ്മിനായ മനുഷ്യന് മരണം പെരുന്നാളാണ്. കാരണം എന്താ, അള്ളാഹിൻ്റെ അടുത്തേക്ക് പോയില്ലേ, അതിലപ്പുറം എന്ത് സന്തോഷമുള്ളത്? അള്ളാഹു ഒരുക്കി വെച്ച വലിയ സുഖങ്ങൾ അനുഭവിക്കാൻ പോവല്ലേ. അല്ലാത്ത ആളുകൾക്കാണ് ബേജാറും പേടിയുള്ളതെന്നാണ്. പല ആളുകളും അങ്ങനെയാണ്. ജൂതന്മാരുടെ പല വാദങ്ങളും അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നിരത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരാണ്, സ്വന്തക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ജൂതന്മാര് അള്ളാഹു അവരെ വെല്ലുവിളിക്കുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട്, നിങ്ങളാണ് അള്ളാഹുവിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞെടുക്കേണ്ട. ചിലപ്പോൾ നിങ്ങളൊരു കാര്യം, നിങ്ങളൊന്ന് മരണം ആഗ്രഹിച്ചാട്ടെ. ഇപ്പം തമന്നവുൽ മൗത്ത, നിങ്ങൾ എന്താണ് പറയുക, മരണം ആഗ്രഹിക്കൂ. മരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നിങ്ങൾ മരിക്കാൻ റെഡിയാണോ? എന്നിട്ട് അള്ളാഹു തആല ശേഷം പറയണം, വലായത്തുമന്നൗനഹു അബദ. ഒരിക്കലും അത് അവർ ആഗ്രഹിക്കില്ല, മരിക്കാൻ ഒരിക്കലും അറിയില്ല. വെറുതെ പറയാം ഞങ്ങൾ അള്ളാഹിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മരിച്ചു പോയി കൂടെ, അള്ളാഹിൻ്റെ അടുത്തേക്ക് ചെല്ലണത്. അപ്പോൾ അള്ളാഹു അവരെ വെല്ലുവിളിക്കുക, നിങ്ങൾ മരണമെന്ന് ആഗ്രഹിക്കൂ. അവരതൊരിക്കലും ആഗ്രഹിക്കുകയില്ല. അവർ മുമ്പ് ചെയ്ത് കൂട്ടിയതിൻ്റെ ഫലമായി ഓൽക്കറിയാം അള്ളാഹിൻ്റെ അടുത്ത് എന്താ അവർക്ക് കിട്ടാൻ പോകുന്നത് എന്ന്. ഈ ആയത്ത് സത്യത്തിൽ ജൂതന്മാരോടാണെങ്കിലും നമ്മളോടൊക്കെയുള്ള ചോദ്യമാണിത്. നമ്മളുടെ സ്വന്തത്തെ അളക്കാനുള്ള ഒരു അളവുകോലാണ് ഈ ആയത്ത്. നമ്മളോടൊക്കെ അല്ലാഹു തആല ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഉഷാറാണ്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞെടുക്കേണ്ടത്, നിങ്ങൾക്ക് മരിക്കാൻ താല്പര്യമുണ്ടോ, നിങ്ങൾ മരണം താല്പര്യപ്പെടുന്നുണ്ടോ, പേടില്ലായ്മ ഉണ്ടോ മരിക്കാൻ എന്നാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. സംഭവം ഓരോടാണെങ്കിലും നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്. ആരാവട്ടെ, ജൂതനാവട്ടെ, മുസ്ലിം ആവട്ടെ, ആരാവട്ടെ, മരണത്തെയും പരലോകത്തെയും പേടിയുണ്ടാവും. ഈ പേടിയുടെ കാരണം എന്താ, അവനെക്കുറിച്ച് സ്വയം താൻ ബോധവാനാണ് എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇതുവരെ രക്ഷപ്പെടാത്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, മരിക്കാൻ വേണ്ടി മാനസികമായി ശാരീരികമായി ഒന്നും തയ്യാറെടുത്തിട്ടില്ല. ചെയ്തത് മുഴുവൻ ഒന്നുകിൽ പാപങ്ങളാണ്, അല്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും ഉപകാരമില്ലാത്ത കുറേ വേണ്ടാത്ത കാര്യങ്ങളാണ്, ആവശ്യമില്ലാത്ത അനാവശ്യ കാര്യങ്ങളാണ് ചെയ്തത്. അല്ലാത്ത നല്ല കാര്യങ്ങളൊന്നും ചെയ്തു ഒരുങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് പേടിയാവുന്നത്. ഒരുങ്ങിയ ആളുകൾക്ക് പേടി ഉണ്ടാവില്ല എന്നുള്ളതാണ്.
അള്ളാഹു നമുക്കൊക്കെ നല്ല ബോധം തരട്ടെ. ആമീൻ. അപ്പോൾ നമ്മൾ സ്വന്തം ചിന്തിക്കുക, നമ്മൾ അളക്കാനുള്ള ഒരു അളവുകോലായി നമ്മൾ ഇത് ഏറ്റെടുക്കുക. ഏത്? മരിക്കാൻ നമ്മൾ തയ്യാറാണോ അല്ലേ? മരിക്കാൻ നമ്മൾ തയ്യാറാണോ അല്ലേ? എന്തായാലും ജനിച്ചാൽ മരിക്കണമെന്ന കാര്യം ഉറപ്പല്ല, എല്ലാവർക്കും സംശയമൊന്നുമില്ല അല്ലേ? അപ്പം ഇതുവരെയുള്ള നമ്മുടെ ആയുസ്, ഇതുവരെയുള്ള നമ്മുടെ കർമ്മങ്ങൾ, ഇതുവരെയുള്ള നമ്മുടെ ജീവിത രംഗങ്ങൾ, ഇതൊക്കെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല ഒരു മരണത്തിന് ഞാൻ യോഗ്യനാണോ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നല്ല മരണം എങ്ങനെയാണ്, ആകാത്ത മരണം എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതിൽ നല്ല മരണത്തിന് ഞാൻ യോഗ്യനാണോ, എനിക്ക് ആ യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ അതിനുള്ള മാറ്റങ്ങൾ വരുത്തുക. ആദ്യം എന്നോടാണ് ഞാൻ പറയുന്നത്. പരമാവധി വേണ്ടാത്തരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, ഹറാമുകൾ ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക, നിരന്തരം ദിക്ർ തസ്ബീഹുകളിലായിക്കൊണ്ടിരിക്കുക, നാവിൽ ദിക്ർ അങ്ങനെ വരട്ടെ എപ്പോഴും. നിർബന്ധ ബാധ്യതകൾ ഒരു മടിയും കൂടാതെ ഒരു വീഴ്ചയും കൂടാതെ കൃത്യമായി നിർവഹിക്കുക. നോമ്പ്, നിസ്കാരം, ഹജ്ജ്, സക്കാത്ത് പോലെയുള്ള കാര്യങ്ങൾ. സക്കാത്തൊക്കെ വളരെ കൃത്യമായി ശ്രദ്ധിക്കണേ. സക്കാത്ത് കണക്ക് വെച്ച് കൊടുത്താൽ തന്നെ കൂടുള്ളൂ, അല്ലാതെ ഒരിക്കലും അത് വീടില്ല. കൊട്ടക്കണക്കിന് കൊടുത്തോണ്ടും സക്കാത്ത് കൂടില്ല. അത് കൂടാതെ പോയാൽ അള്ളാഹിൻ്റെ ഒരിക്കലും രക്ഷപ്പെടില്ല. പാവങ്ങളുടെ ഔദാര്യമല്ല, പാവങ്ങളുടെ അവകാശമാണ് നമ്മുടെ കയ്യിലുള്ള സക്കാത്തിൻ്റെ കാശ് എന്ന ഓർമ്മ നമുക്കെപ്പോഴും വേണം. അത്തരം നിർബന്ധ ബാധ്യതകൾ കൃത്യമായി പാലിച്ച് റെഡിയായി ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അതിലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തൗബകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി ശുദ്ധിയായി പിന്നീട് ആ തെറ്റ് ചെയ്യാതെ അങ്ങനെ നടക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ. പിന്നെ എപ്പോഴും വുളു കൊണ്ട് നടക്കുക, വുളു എപ്പോഴും ഉണ്ടായിരിക്കുക. ദാഇമുൽ വുളു എന്നാണ് എനിക്ക് പറയാം. വുളു നിത്യമായി കൊണ്ട് നടക്കുന്ന ആൾ, ആ ആൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം എന്താ? വുളുവോടുകൂടെ മരിക്കാൻ കഴിയുമെന്നത് തന്നെ അത് വലിയൊരു നേട്ടമല്ലേ? വുളു, മലക്കുൽ മൗത്ത് വരുന്ന സമയത്ത് വുളു ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മാഷാ അല്ലാ, ശുദ്ധിയോടുകൂടെ അള്ളാഹുവിനെ സമീപിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമല്ലേ? അപ്പോൾ എപ്പോഴും വുളു കൊണ്ട് നടക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പരമാവധി ക്ലിയർ ആക്കുക, മരണത്തിന് വേണ്ടി തയ്യാറാകുക. ഈ ഒരു രംഗം കാലുകൾ പിണയുന്ന രംഗം അള്ളാഹുവിൽ ഇത്ര പച്ചയായിട്ട് നമുക്ക് രംഗം പറഞ്ഞു തന്നിട്ട് എന്നിട്ട് നമ്മളതിനോട് ഒരുങ്ങിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ബുദ്ധിയുടെ ലക്ഷണം അല്ലല്ലോ. അത് ആലോചിച്ച് നോക്കിയാൽ ബുദ്ധിമാന്മാരായ ആളുകൾ അങ്ങനെ അല്ലല്ലോ. മുൻകർ കുടിയുണ്ട് അവിടെ ചാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങോട്ട് പോവില്ല. നമുക്ക് വരാനുള്ള കാര്യങ്ങൾ കൃത്യമായി അള്ളാഹുവിൽ വിവരിച്ച് തന്നതാണ്, എന്നിട്ടും നമ്മൾ ആ ഭാഗത്തേക്ക് ചെവി കൊടുക്കുന്നില്ല, വീണ്ടും പിശാചിൻ്റെ പിന്നാലെ പോവുകയാണെന്നൊക്കെ വെച്ചാൽ പിന്നെ ഇപ്പം എന്താ അതിനർത്ഥം? അപ്പോൾ പിശാച് നമ്മളെ കൂടെ ഉണ്ടാവും, അള്ളാഹുവിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവനെ മാറ്റി നിർത്താനുള്ള പരിപാടികളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ ആസൂത്രണങ്ങൾ നടത്തേണ്ടത്. മറ്റേത് ഓൻ്റെ പിന്നാലെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കൂടി നോക്കുക. ആഖിറത്തിൽ ചെന്നാൽ ഓൻ കൈ കഴുകും. ചങ്ങായിമാരെ, ഞാൻ നിങ്ങളോട് ഒരു ബന്ധമല്ല. സൂറത്ത് ഇബ്രാഹിം അല്ലാഹു തആല വിഷയം പറയുന്നുണ്ട്. നിങ്ങളെന്തിനാണ് ഞങ്ങളെ വിളിച്ചപ്പോൾ എൻ്റെ ഒപ്പം പോകുന്നത്? നിങ്ങൾ ഇന്നെ കുറ്റപ്പെടുത്തണം, നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. ഞാൻ നിങ്ങളെ വിളിച്ചൊന്നുമില്ല, ശരിയാണ്, പക്ഷെ നിങ്ങളെന്തിനാണ് എൻ്റെ കൂടെ പോകുന്നത്? അവിടെ പോയിട്ട് കൈ കഴുകുക എന്നാണ്. എന്തിനാണ് വെറുതെ നിൽക്കുന്നത്? നമ്മൾ രക്ഷപ്പെടുത്തുന്ന കുറേ ആളുകളുണ്ട്, അവരെ കൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ധാരാളം ചൊല്ലിക്കൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്തും. അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ ആളുകൾ, ഔലിയാക്കൾ, അമ്പിയാക്കൾ, മുർസലീങ്ങൾ, ശുഹദാക്കൾ, ഇങ്ങനെയുള്ള റബ്ബിന് ഇഷ്ടപ്പെട്ട ആളുകൾ, ശൈഖന്മാർ, വലിയ വലിയ ആളുകൾ, മഹാന്മാർ, അവരോടൊപ്പം കൂടിക്കൂടി നമുക്ക് രക്ഷപ്പെടാം. പിശാചിൻ്റെ കൂടെ കൂടിയിട്ട് ഒരു കാര്യമില്ല. മരണം കഴിഞ്ഞതിന് ശേഷം, മരണം കഴിഞ്ഞ് ഉടനെ ഖബറിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ്റെ ബർസഖയായ ജീവിതം ആരംഭിക്കുകയായി. അവിടെയും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ്. കാഫിരീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് വളരെ സുഖവും സന്തോഷവും ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ദീർഘമായ ഹദീസിൻ്റെ ബാക്കിയായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയം പറയുന്നുണ്ട്. ആ ആത്മാക്കളെ ഖബറിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം ശിക്ഷ അനുഭവിക്കാൻ അല്ലെങ്കിൽ സുഖം അനുഭവിക്കാൻ ആ ഖബറിലേക്ക്, ആ ദേഹത്തിലേക്ക് ആ ആത്മാക്കളെ അല്ലാഹു തആല മടക്കി കൊടുക്കും എന്നാണ്. അതിനുശേഷമാണ് അവർ സുഖം അനുഭവിക്കുന്നതും അതല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കുന്നതും. ബർസഖിയായ ജീവിതം എന്നാണ് അതിന് പറയുക. ബർസഖ് എന്ന് പറഞ്ഞാൽ ഒരു മറ എന്നൊക്കെയാണ് അർത്ഥം. മറയുള്ള, നമുക്ക് കാണാൻ കഴിയാത്തൊരു ജീവിതം. ഇനി നമ്മളിപ്പോൾ ഖബറിൻ്റെ ഉള്ളിലേക്ക് ഒരു ക്യാമറ, ഒരു വയറൊക്കെ ഇട്ടിട്ടൊരു ക്യാമറ ഇട്ടാലും ഒരു മൈക്കിനുള്ളിൽ വെച്ചാലും അതിൻ്റെ ഉള്ളിൽ നടക്കൊന്നും പുറത്തേക്ക് കാണില്ല. അത് ഗൈബിയായ ഒരു മേഖലയാണ്, അദൃശ്യമായൊരു ലോകമാണ്. അതുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ അത് ഇങ്ങനെ ഉണ്ടെന്ന് കണ്ടാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് ഒരാൾ പറഞ്ഞിട്ട് പുറത്ത് വലിയൊരു മോണിറ്ററും ഒരു സ്ക്രീനും ഒരു വയറുള്ളിലേക്കും ഒരു ക്യാമറയും ഈ ചാനലുകാർ, പത്രപ്രവർത്തകരൊക്കെ മൈക്കും പിടിച്ച ആൾക്കാരെ പിന്നാലെ ഓടല്ലേ എന്നതുപോലെ മുൻകർ നക്കീർ അലൈഹിസ്സലാമിന് 2 മൈക്ക് വെച്ചെടുത്തിട്ടൊന്നും കാര്യം നടക്കില്ല. അത് വിശ്വസിക്കുക. ചില സംഗതികൾ അല്ലാഹു തആല കാണിച്ചു തന്നിട്ടുണ്ട്. ചില തെളിവുകളായിട്ട് ചില സംഭവങ്ങൾ,
ചില ഖബറുകളിൽ തീ പടരുന്നതും ചില ഖബറിനുള്ളിൽ നിന്ന് ശിക്ഷകൾ കേൾക്കുന്നതും അടിയും കേൾക്കുന്നതും ചില പാമ്പുകൾ പോലെയുള്ള ജീവികളെ ഖബറിനുള്ളിൽ കാണിച്ചു കൊടുത്തിട്ടൊക്കെ അള്ളാഹു തആല പല ദൃഷ്ടാന്തങ്ങളും പല സമയത്തും കാണിച്ചു വന്നിട്ടുണ്ട്. അതൊന്നൊക്കെ നമ്മൾ പാഠം ഉൾക്കുക. എല്ലാതും കണ്ടിട്ടേ വിശ്വസിക്കുക എന്നത് മുഅ്മിനായ മനുഷ്യൻ്റെ ലക്ഷണം അല്ലല്ലോ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾക്കാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയുക. അറിയാത്ത കാര്യങ്ങൾ വിശ്വസിക്കുക എന്നത്. അറിഞ്ഞത് വിശ്വസിക്കാനേ എല്ലാവരും കിട്ടൂലേ, അറിയാത്തതാണല്ലോ വിശ്വസിക്കേണ്ടത്. അതിനല്ലേ പവറുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇങ്ങനെയാണ് മരണരംഗവും മരണത്തിന് ശേഷമുള്ള രംഗവും. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ പിന്നെ അവർ ആ ഖബറിൽ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അത് മുഅ്മിനീങ്ങളാണെങ്കിൽ നിരന്തര സുഖത്തിലായിരിക്കും, അല്ലാത്തവരാണെങ്കിൽ ശിക്ഷയിലുമായിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ആളുകളൊക്കെ ഈ ഒരു രംഗം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമ്മൾ എപ്പോഴും അവർക്കൊണ്ട് ദുആ ചെയ്യുക. നമ്മൾക്ക് ചെയ്യാനുള്ളത് അതാണ്. അവരൊക്കെ താല്പര്യം എന്തായിരിക്കും എന്നറിയോ? ഈ മരിച്ചുപോയ ആളുകളൊക്കെ താല്പര്യം എന്തായിരിക്കും? ഒന്നും കൂടെ ദുനിയാവിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് റാഹത്തായി ചെയ്തിട്ട് ഇബാദത്തുകളൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെട്ടു പോകണമെന്നായിരിക്കും. പക്ഷെ അത് നടക്കൂലല്ലോ. അവരുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മളുടെ ആഗ്രഹം നടക്കും. കാരണം നമ്മളിപ്പോൾ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് പറയുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ, ക്ലാസ് എടുക്കുമ്പോൾ, ഇത് പിന്നെ പഠിക്കുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ നമ്മൾ ഖബറിലേക്ക് എത്തിയിട്ടില്ല, ഇനി എത്താനുള്ള ആളുകളാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അവരുടെ ആഗ്രഹം നിറവേറ്റാം. എന്താണ് അവരുടെ ആഗ്രഹം? ഒന്ന് തിരിച്ചു വന്നാൽ ഞാൻ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുമായിരുന്നു എന്ന ആ ആഗ്രഹം നമുക്കിപ്പോൾ നിറവേറ്റാൻ അവസരമുണ്ട്. അതുകൊണ്ട് നമ്മൾ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അള്ളാഹുവിന് വഴിപ്പെടുകയും വേണ്ടാത്തരങ്ങൾ മാറി നിൽക്കുകയും ചെയ്യണമെന്ന് ആദ്യം എന്നോട് തന്നെ ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ഇത്തരം ആളുകൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഫാത്തിഹയെങ്കിലും അവർക്ക് വേണ്ടി ദിവസവും ഓതി ഹദിയ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആ പരിശുദ്ധ ഖുർആൻ ഫാത്തിഹ സൂറത്ത് ഓതിക്കഴിഞ്ഞതിന് ശേഷം ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് അതിൻ്റെ പ്രതിഫലം ഇന്ന ആളുകളുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണമേ എന്ന് പ്രത്യേകമായി ഹദിയ ചെയ്യുകയും നിയത്ത് ചെയ്യുകയും അവർക്ക് കൊണ്ട് ദുആ ചെയ്യുകയും ചെയ്യുക. തീർച്ചയായും അവർക്കത് ഉപകാരപ്പെടും. നമ്മളുടെ ഒരു സലാമിന് വേണ്ടി, നമ്മുടെ ഒരു ഫാത്തിഹയ്ക്ക് വേണ്ടി, നമ്മുടെ ഒരു ആയത്തിനെങ്കിലും വേണ്ടി ആ ഖബറിൽ കിടക്കുന്ന ആളുകൾ മോഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നത് നമ്മൾ ആലോചിക്കണം. അവർക്കത് രക്ഷയാണ്. വാപ്പാരും ഉമ്മാരൊക്കെ ആണെങ്കിൽ പ്രത്യേകമായി അവർക്ക് മക്കൾ ദുആ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഹദീസുകളിൽ വ്യക്തമായി പറഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് അവർക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെയൊക്കെ ഒരു പങ്ക് ആ വാപ്പാക്കും ഉമ്മാക്കും വല്യമ്മമാർക്കും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾക്കും ഹദിയ ചെയ്യുക. അതും വലിയ ഒരു കടപ്പാടാണ് അവരോട് ചെയ്യേണ്ടുന്ന, അല്ലേ? അവർക്കിനി ചെയ്യാൻ അവസരമില്ലാത്ത ആളുകളാണ്. നമ്മൾ അവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുക, അവർക്ക് വേണ്ടി സ്വതക്കകൾ ചെയ്യുക, അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക. അതിൻ്റെയൊക്കെ സവാബ് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അവരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് ആണുങ്ങളാണെങ്കിൽ അവരെന്തായാലും സിയാറത്ത് ചെയ്യുക. ഒരിക്കലും അവരെ സിയാറത്ത് ചെയ്യാതെ ഒഴിവാക്കരുത്. നമ്മൾ നാട്ടിലുള്ള സമയത്ത്, ഗൾഫിലുള്ളവരാണെങ്കിൽ നാട്ടിലുള്ള സമയത്ത്, അല്ലെങ്കിൽ നാട്ടിലുള്ളവരാണെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും. ഇനി ഇൻ കേസ് ഏതെങ്കിലും ആഴ്ചകൾ അതിന് പറ്റിയില്ലെങ്കിൽ അല്ലാതെ തന്നെ അവർക്ക് യാസീനും ഫാത്തിഹയും മറ്റു സൽക്കർമ്മങ്ങളും ഒക്കെ ഓതിയിട്ടും ചെയ്തിട്ടും ഒക്കെ അതിൻ്റെ തവാബ് അവർക്ക് ഹദിയ ചെയ്യുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അള്ളാഹു തആല കാര്യങ്ങളൊക്കെ എളുപ്പത്തിലും സലാമത്തിലുമാക്കി തരട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനാത്ത് മുഅ്മിനീങ്ങൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബക്കാർക്ക്, ഉസ്താദന്മാർക്ക്, വിദ്യാർത്ഥിനികൾക്ക്, നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട ആളുകൾക്ക്, നമ്മുടെ ബന്ധമുള്ളവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അവരെയും നമ്മളെയൊക്കെ അള്ളാഹു തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. നമ്മുടെയൊക്കെ ആഖിബത്ത് അള്ളാഹു തആല നന്നാക്കി തരട്ടെ. ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് എത്തുന്നവരിൽ പെടുത്തട്ടെ. മരണത്തിൻ്റെ രംഗങ്ങൾ, സക്കറാത്ത് അള്ളാഹു തആല നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് 30-ാമത്തെ ആയത്ത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. മരണസമയം കഴിഞ്ഞ് ആളുകളുടെ മടക്കം, ആളുകൾ പോകുന്നത് എങ്ങോട്ടാണ് എന്നതാണ് 30-ാമത്തെ ആയത്തുകൾ പറയുന്നത്. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.